ഹായ്. മലയാളിയാണല്ലേ? എക്സ്ക്യൂസ് മീ. യെസ്. ഞാൻ ഇപ്പൊ വരാം. ഈ ബാഗ് ഒന്ന് നോക്കിക്കോളൂ. നോ പ്രോബ്ലം. വേണമെങ്കിൽ ആ ബാഗ് കൂടെ ഇവിടെ വെച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. ഐ ഡോണ്ട് മൈൻഡ്. താങ്ക്സ്. ഓക്കെ. ഒന്നുമില്ല. അയ്യോ, എന്റെ ബാഗ് പോയി. ദൈവമേ, ഞാൻ ഇവിടെ വെച്ചിരുന്ന എന്റെ ബാഗ് ഒന്നും കാണാനില്ല. അയ്യോ. ഹലോ, എന്താ പ്രശ്നം? എന്റെ ബാഗ് പോയി. അയ്യോ, ബാഗ് പോയാ? എടി ഒരു പെട്ടോളെ, നീ എവിടെയാണ് ബാഗ് വെച്ചത്? എന്റെ ബാഗ് പോയ തനിക്ക് എന്താടോ? അത് നിന്റെ ബാഗ് ആയാലും അത് എന്റെ ബാഗ് പോലെയല്ലേ? എന്റെ ബാഗ് ആയാലും നിന്റെ ബാഗായാലും ബാഗ് ബാഗല്ലേ? നിർത്തി. ഇയാളെ തനിക്കറിയോ? എനിക്ക് ഇയാളെ ഒരു പരിചയമില്ല. അവിടുത്തെ എയർപോർട്ട് തൊട്ടേ എന്റെ പിന്നാലെ ഉണ്ട്. ഇയാളായിരിക്കും ബാഗ് എടുത്തത്. അനാവശ്യം പറഞ്ഞിട്ടല്ല. പിന്നെന്തിനാ തനിക്കോട്ട് വന്നേ? ഞാൻ ഒരാളെ കാണാൻ. ആരെ? എന്റെ ക്ലോസ് ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? അശോക്. ഏത് അശോക്? അശോക് ചക്രവർത്തി. അതൊരു രാജാവാണല്ലോ. ആ രാജാവല്ല, ഇത് ബംഗാളി ചക്രവർത്തി. എന്താ ബിസിനസ്? വാറിന്റെ. വാറോ? കുവൈറ്റ് വാറോ ഇറാഖ് വാറോ? ആ വാറല്ലേ ഈ വാറ്. ഇത് ഈ ചെരുപ്പിന്റെ ബാഗിന്റെ ഒക്കെ വള്ളിയില്ലേ? വാർ. അല്ല, അയാൾക്ക് എന്റെ ബിസിനസ് ആയാലും തനിക്കെന്താ? തന്റെ ബിസിനസ് നോക്കിയാ പോരെ? പോലീസ്. ഈ കുട്ടിയുടെ കംപ്ലൈന്റ് അനുസരിച്ച് മെഡ്രാസ് എയർപോർട്ട് മുതൽ താൻ ഈ കുട്ടിയെ ഫോളോ ചെയ്യാണ്. അതെ സർ. സാർ, ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നിട്ട് തിരിഞ്ഞു നോക്കിയാ ഞാൻ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുള്ളൂ സാർ. മദ്രാസ് മുതൽ ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നു എന്ന് പറഞ്ഞ് ഞാനൊരു കംപ്ലൈന്റ് എഴുതി തന്ന സാർ ആക്ഷൻ എടുക്കുവോ? നീ ഈ പെൺകുട്ടിയുടെ ബാഗ് എടുത്തോടാ. ഇല്ല സാർ, ഒരു ബാഗ് വെച്ച് കഴിഞ്ഞാൽ എന്തും കിട്ടാനാണ് സാർ? ഇവളെ കണ്ടാൽ അറിഞ്ഞൂടെ അവളുടെ ബാഗിനകത്ത് കപ്പലിൽ തൊട്ടല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ലെന്ന്? ഒന്നുമില്ല, ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് നോക്കണ്ടേ സാർ? പിന്നെ സാറിന് അറിയാലോ, ഞാൻ മറ്റേ പരിപാടിയൊക്കെ നിർത്തിയിട്ട് 2 വർഷമായി. ആയിക്കോട്ടെ സാർ, താങ്ക് യു. എന്താ കുട്ടി, ഒരു കംപ്ലൈന്റ് എഴുതി കൊടു, ഞാൻ അന്വേഷിക്കാം. വിളിച്ചോളൂ സാർ. വാ സാർ, 2 കൊടുത്താൽ അവൻ സത്യം പറയും. தேவையில்லை. அவன் இப்ப என்ன நினைச்சிருக்கான்னா, ஒரு பேக் கேஸுக்காக விசாரிக்கிறேன்னு. உனக்கு தெரியாது, என் மகனோட உயிரை காப்பாத்தினதே இவன் தான். ஒளிஞ்சு விளையாடும் போது அவன் சேஃபுக்குள்ள ஏறி உட்காந்துட்டான். சேஃப் லாக் ஆயிடுச்சு. என் குழந்தை அதுக்குள்ள மூச்சு விட முடியாம செத்து போயிருப்பான். இவன் தான் அதை ஓபன் பண்ணி கொடுத்தான். அது இங்கிலாந்துல பண்ண லாக்மேன் கம்பெனியோட சேஃப். அதை செஞ்சவங்களால மட்டும்தான் ஓபன் பண்ண முடியும்னு சொல்றாங்க. அந்த மாதிரி லாக்கர்ல தான் எக்ஸிபிஷன் ஹால்ல திருட்டு போன இளவரசியோட நகைகளை வச்சிருந்தாங்க. அதனாலதான் இவன் மேல எனக்கு சந்தேகம். നമുക്ക് അവനെ ക്വസ്റ്റ്യൻ ചെയ്തൂടെ? அதுக்கு என்ன ஆதாரம்? மெட்ராஸ்ல இருந்து ஃபிளைட்ல அவன் இருந்தாங்கிறதா? அது மட்டும் இல்ல, இந்த செயின் தொலைஞ்சு போனது போலீஸ்க்கு மட்டும்தான் தெரியும். 20 நாளுக்குள்ள இந்த நகைகளை ஸ்பெயினுக்கு திருப்பி அனுப்பணும். அதுக்குள்ள இந்த செயினை கண்டுபிடிக்கணும். திருடங்கிட்ட இருந்து விலை கொடுத்து வாங்கணும்னா அதுக்கும் கவர்மெண்ட் ரெடியா இருக்கு. இது போலீஸோட மான பிரச்சனை. இது பத்திரிக்கைக்காரங்களுக்கு கூட தெரியக்கூடாது. அதுதான் ஆர்டர். அதனால அவன் எங்க போனாலும் அவன் மேல ഒരു കണ്ണ് இருக்கணும். കള്ളന്മാരുടെ ടോക്കൺ ഇട്ടാ പോലീസുകാരെ നമ്പാൻ കൊള്ളില്ലെന്ന്. പിടിച്ച എടോ, താൻ പോലീസുകാരോട് പറഞ്ഞില്ലേ ഒരുത്തിനെ താൻ ബാഗ് നോക്കാൻ ഏൽപ്പിച്ചു? അതിന്? ഏയ് അതിനൊന്നുമില്ല. അവനൊരു ബ്രൗൺ കളർ സ്യൂട്ടാണ് ഇട്ടിരുന്നത്, കണ്ണാടിയൊക്കെ വെച്ചിട്ട്. ഇയാൾക്കറിയോ അയാളെ? ബാഗ് വേണമെങ്കിൽ എന്റെ കൂടെ വാ. പുതിയ മോഡൽ ബെൻസിന്റെ സ്റ്റിയറിംഗോ? വണ്ടി എവിടെ ഉണ്ടെന്ന് കാണിച്ചു തന്നാ മതി, സാധനം നാളെ കൊണ്ടുതരാം. എടാ, ഈ പെണ്ണിന്റെ കട്ടെടുത്ത സാധനങ്ങൾ എവിടെടാ? എന്ത് സാധനം? ഏത് സാധനം? നിനക്ക് അറിയില്ലല്ലേ? പറയടാ. ഷെയർ തരാം. ഷെയറോ? ഞാൻ തരാം. ഈ സർക്കസ് കളിക്കണ്ടെങ്കിൽ എടുക്കടാ. ബാഗിൽ എല്ലാ സാധനങ്ങളും ഉണ്ടോ ഞാൻ നോക്കട്ടെ. കൊണ്ടുപോ. തനിക്ക് എങ്ങനെ അറിയാം എന്റെ സാധനങ്ങള്? ഞാൻ നോക്കാം. ഒരു ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അയ്യോ, ഇതിൽ വെച്ചിരുന്ന കാശുമാലൊന്നും കാണാനില്ല. അയ്യോ, ഞാൻ നോക്കാം. എവിടെ കാണാനെല്ലാം? ഞാനത് വിറ്റു, കുറച്ച് കാണാണ്ടായിരുന്നല്ല, കൊടുത്തു തീർത്തു. ഇതിനകത്ത് വേറെ വല്ല കിട്ടിയോടാ? എനിക്കൊന്നും കിട്ടിയില്ല. കിട്ടിയില്ലേ? നിന്നെ ഞാൻ വേണ്ട. ഇപ്പൊ കയ്യിലുള്ള കാശും വളയെ മാല മാത്രമേ പറ്റുള്ളൂ. കുറച്ചു നേരം ഇവിടെ നിന്നാ മറ്റു പലതും